ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു വീഡിയോ പബ്ലിഷ് ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈച്ച പറയുന്നത് വേണ്ട സച്ചി, വെറുതെ വിട്ടേക്കടാ, എടാ അല്ലെങ്കിൽ വല്ല കൂടുതൽ പ്രശ്നമാകോടാ, വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സച്ചി പറയണില്ല, ഇത് ഞാൻ വെറുതെ വിടുന്ന പണിയില്ല, കാരണം അയാൾ എനിക്കിട്ട് കുറേ പണി തന്നിട്ടുള്ളതാണ്, കാരണം അപ്പോൾ തിരിച്ച് അയാൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ആ ഒരു വീഡിയോ പബ്ലിഷ് ആക്കുക. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. അപ്പോൾ അരുണാണെങ്കിൽ ഈ ഒരു ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ കാണുന്നത് അരുണിൻ്റെ വീഡിയോ. ഇതൊക്കെ കണ്ട് അരുണാണെങ്കിൽ പേടിച്ച് പറിച്ച് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. തനിക്ക് എന്തായാലും പണി ഉറപ്പാണെന്ന് അരുണിന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ അരുൺ നേരെ നമ്മുടെ സിയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എടോ താൻ എന്താടോ, തൻ്റെ വീഡിയോ ആണല്ലോ ഇപ്പോൾ വൈറലായിട്ടിരിക്കുന്നത്, എന്താടോ ഇതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, സാറേ അതാ അവനില്ലേ, അവൻ ചെയ്ത പണിയാണ്, ആ ഗുണ്ട ആ കാർ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, താനേതായാലും അവനിട്ട് പണി കൊടുക്കാനായിട്ട് നോക്കിയതല്ലേ മിക്കപ്പോഴും, ഇപ്പതേ അവൻ തനിക്കിട്ട് പണി തന്നു, ഇപ്പം സമാധാനമായല്ലോ. എൻ്റെ പൊന്ന് സാറേ, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണ്, ആ സമയത്ത് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി മറന്നു, പിന്നെ ആ സമയത്ത് പെട്ടെന്നൊരു അർജൻറ്റ് കോൾ വന്നു, ആ കോൾ എടുക്കേണ്ടി വന്നു, അതാണ് സാറേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എടോ, നമ്മളൊക്കെ ഈ നിയമം പാലിക്കുന്നവരായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷേ അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ശിക്ഷിക്കും. അവർ നമ്മളുടെ അടുത്ത് പല ന്യായീകരണങ്ങളും ഉന്നയിക്കാനായിട്ട് നോക്കും, പക്ഷെ അതൊക്കെ നമ്മൾ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അവരെല്ലാം പിടിച്ച് നമ്മൾ അകത്താക്കിയിട്ട് അവർക്ക് പണിഷ്മെൻറ്റും കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളും പ്രതികരിക്കില്ലേടോ. നമ്മളുടെ ഭാഗത്തും കുറേ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കേൾക്കാനായിട്ട് പിന്നീട് ആരും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും തനിക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്ക്, സാർ എന്താ സാർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ സാർ, ഈ സസ്പെൻഷൻ ഒന്ന് മാറ്റാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, മാറ്റാൻ പറ്റില്ലടോ, സസ്പെൻഷൻ കിട്ടിയത് തന്നെയാണ്, ഇനി ഇതിൽ ഒരു കാരണവശാലും മാറ്റാനായിട്ട് സംഭവിക്കില്ല. താനേതായാലും കുറച്ച് ദിവസം വീട്ടിലിരിക്കുക, സസ്പെൻഷനൊക്കെ തീരുമ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ. അങ്ങനെ ഇവൻ്റെ ജോലിയും തെറിച്ചു. അങ്ങനെ അരുണിൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ അരുണിൻ്റെ അമ്മ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അപ്പോഴാണ് ദേവ് അങ്ങോട്ട് കയറി വരുന്നത്. അമ്മ എന്ത് പറ്റി അമ്മേ? ഒന്നുമില്ല മോളെ. അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അമ്മ ഭയങ്കര സങ്കടപ്പെട്ട ആളിരിക്കുന്നത്, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ അരുണിന് സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷൻ കിട്ടിയെന്നോ? എന്നിട്ട് എന്തിന് സസ്പെൻഷൻ കിട്ടി? ഏതായാലും അവനകത്തുണ്ട്, മോള് പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് നേരെ അകത്തേക്ക് കയറി ചെന്ന് അപ്പോൾ അരുൺ അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അരുണോട് ചാടി എണിക്കുക, വാ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് സാറേ, സാറിന് സസ്പെൻഷൻ കിട്ടിയെന്നൊക്കെ അറിഞ്ഞല്ലോ. അല്ല, എന്ത് പറ്റി സാറിന് സസ്പെൻഷൻ കിട്ടാനുള്ള കാരണം? എല്ലാം അവൻ കാരണമാണ്. ആ ഗുണ്ടയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരു കാർ ഡ്രൈവർ ഉണ്ടെന്ന്, എപ്പോഴും എന്നെ നോട്ടിടുന്ന ആള്, എന്നോട് എപ്പോഴും തല്ലുപിടിക്കാൻ വരുന്ന ആള്, അവൻ തന്നെ, അവനാ എനിക്കിട്ട് ഈ ഒരു പണി തന്നത്. ശരി, ഏതായാലും അരുണേട്ടൻ നിയമം ലംഘിച്ച് ഒരു കാര്യം ചെയ്യില്ലെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചെന്നും ആ സമയത്ത് ഫോൺ വിളിച്ചെന്നും അങ്ങനെ ഇയാൾ വന്ന് വീഡിയോ എടുത്ത് പബ്ലിഷ് ആക്കിയെന്നും അങ്ങനെതായ കാര്യങ്ങൾ പറയുക. ഇത് കേട്ട ദേവു ആണെങ്കിൽ പൊട്ടി ചിരിക്കുകയാണ്. ചോദിച്ചപ്പോഴേക്കും, എന്തിനാ ദേവു, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനൊരു ദിവസം ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിഴയടിച്ച ആളല്ലേ, ഇപ്പതേ സാറിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു, കൊള്ളാം, ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നോ? അതെല്ലാം വീട് എൻ്റെ അരുണേട്ടാ, സസ്പെൻഷൻ അല്ലേ, കുറച്ച് ദിവസം വീട്ടിലിരിക്കുക, അത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ഓക്കെ ആകുമല്ലോ. അത്രേ മാത്രം ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ വന്നതേ ഒരു സന്തോഷ വാർത്ത പറയാനാണ്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? എന്താ ദേവു പറയാനുള്ളത്? അതെ, വേറൊന്നുമല്ല, നമ്മുടെ കല്യാണക്കാര്യം തന്നെ പറയാനാ. കല്യാണക്കാരിയോ? നമ്മുടെ കല്യാണക്കാരൻ തന്നെ പറയാനാ. ഞാൻ മനസ്സുകൊണ്ടേ ഒരുപാട് അങ്ങോട്ട് ആലോചിച്ചു, അതിനുശേഷം ഇതിനിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ അരുണേട്ടനെ കാണാൻ വേണ്ടി വന്നത്. ഉടനെ തന്നെ കല്യാണത്തിന് റെഡി ആയിക്കോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ദേവു, സന്തോഷമായി, ഇനിയൊന്നും പേടിക്കണ്ടല്ലോ, ഇനി ഏതായാലും ഞാനും എൻ്റെ അമ്മയും കൂടി ദേവിൻ്റെ വീട്ടിലേക്ക് വരാം പെണ്ണ് ചോദിക്കാൻ, എന്താ അതുപോലെ? അയ്യോ അരുണേട്ടാ, ഇങ്ങനെ ധൃതി പിടിക്കില്ല അരുണേട്ടാ, ഒന്ന് സമാധാനിക്കേ. ആദ്യം ഇത് പറയേണ്ടതേ എൻ്റെ ചേച്ചിയോടും ചേട്ടനോടുമാണ്. അപ്പോൾ ചേച്ചിയോടും ചേട്ടനോടും കാര്യങ്ങളെല്ലാം പറയാം, അതിനുശേഷമാകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. എങ്കിൽ പിന്നെ ചേട്ടനും ചേച്ചിയെ വിളിക്ക്, ഞാനും കൂടെ വരാൻ സംസാരിക്കാനായിട്ട്. വേണ്ട, ആദ്യം ഞാൻ അവരെ ഒന്ന് പോയി കാണട്ടെ,
അവർക്ക് ജോലിയുള്ളതല്ലേ, അപ്പം അവരെ പോയി കണ്ടിട്ട് അവർക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോയി ചേട്ടനെയും ചേച്ചിയെയും കാണാം. അതിനുശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാം. അവർ ഉറപ്പായിട്ട് നമ്മുടെ ഇതിന് അനുകൂലിക്കുക തന്നെ ചെയ്യും. അവർ തന്നെ വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചോളൂ. ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ദേവു സന്തോഷം കേട്ടോ. അപ്പോൾ അരുണിൻ്റെ അമ്മ വരികയാണ്. അമ്മേ, ദേവു പറഞ്ഞ കേട്ടില്ലേ? ഞാൻ കേട്ടറാ മോളെ, സന്തോഷമായി മോളെ. അവസാനം മനസ്സൊന്നൊക്കെ മാറ്റി ഈ ഒരു കല്യാണത്തിന് തയ്യാറായല്ലോ. ഒരുപാട് സന്തോഷമായി മോളെ എന്ന് പറയുകയാണ്. ഏതായാലും ഞാനൊന്ന് ചേട്ടനെയും ചേച്ചിയൊക്കെ ഒന്ന് പോയി കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ദേവു ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ ഉണ്ടായിരുന്നു. ഇതെന്താ ദേവു, എത്ര നേരം എന്നറിയാവോ ഞാൻ വെയിറ്റ് ചെയ്തിട്ട്? എനിക്ക് പോയിട്ട് കുറേ പണിയുണ്ട്, പൂക്കളെല്ലാം കൊടുക്കണം, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നത്. നിനക്ക് ഇത്ര അത്യാവശ്യ കാര്യം പറയാനുള്ളത്? ചേച്ചി, അത്യാവശ്യ കാര്യം പറയാനുണ്ട് ചേച്ചി, അതുകൊണ്ടാണല്ലോ ചേച്ചിയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞത്. എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഞാനൊരു അരുണേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഞാനേതായാലും കല്യാണത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ് ചേച്ചി. ഇനി അത് വെച്ച് താമസിപ്പിക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ചേച്ചിയും സച്ചിയേട്ടനും ഏതായാലും ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കണം. അരുണേട്ടൻ ഏതായാലും ചേച്ചിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സച്ചിയേട്ടനും കൂട്ടണം, നിങ്ങളോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്നാണ് അരുണേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും അത് നല്ലൊരു കാര്യമാണല്ലോ മോളെ. അപ്പോൾ അമ്മയോട് പറയണ്ട? വേണ്ട, അമ്മയോട് ഇപ്പോൾ പറയണ്ട. ചേച്ചിയും ചേട്ടനൊക്കെ അരുണേട്ടനെ ഇപ്പം ഒന്ന് കാണാം, അതിനുശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അമ്മയോട് പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. അപ്പം നീ രണ്ടും കളിപ്പിച്ചാണ് ദേവു. ഒരുപാട് സന്തോഷമായിട്ട് ദേവു. ചേച്ചിക്ക് എപ്പോഴാണ് തിരക്ക്? നാളെ തിരക്കുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ വരാവോ? ഒരു തിരക്കുമില്ല. ഇനി അഥവാ തിരക്കുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ, നിന്റെ കാര്യത്തിന് വേണ്ടി ഞാനും സച്ചേട്ടനും റെഡി ആയിട്ടിരിക്കുകയാണ്. നാളെ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ പ്രാർത്ഥന. ഈ നിന്റെ കല്യാണം നമ്മുടെ കല്യാണം കാണണമെന്ന് അച്ഛന് വല്ലാത്തൊരു മോഹമായിരുന്നു. പക്ഷെ അച്ഛനില്ലാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ദേവു. അതൊന്നും സാരമില്ല ചേച്ചി, അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അച്ഛനിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കുമല്ലോ ചേച്ചി. അച്ഛൻ്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടല്ലേ. എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് സച്ചിനെ കിട്ടിയില്ലേ? അത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അങ്ങനെ ദൈവമേ, എനിക്ക് ആകാംക്ഷയായി, ഒന്ന് എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി. അങ്ങനെ നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയും കാണിക്കുകയാണ്. അപ്പോൾ വർഷയുടെ ശ്രീകാന്തിന് ഒരു കോള് വന്നിരിക്കുകയാണ്. അത് പ്രിയയുടെ കോളായിരുന്നു. ശ്രീകാന്തേ, ലീവെല്ലാം കഴിയാറായോ? നാളെ ജോലിക്ക് കയറുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ പ്രിയ, അതെ, ഞാൻ കുറച്ച് ദിവസം കൂടി എനിക്ക് ലീവ് വേണം. എന്തു പറ്റി? വർഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, അതൊന്നും അല്ല, എനിക്ക് കുറച്ച് ദിവസം കൂടി വെള്ളോടൊപ്പം ഇരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പറ്റില്ല, നാളെ തന്നെ ജോലിക്ക് കയറിക്കോളാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് എത്ര ദിവസമായി? ഇതെല്ലാം പെൻഡിങ് വർക്കിൽ കിടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ, വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ ശ്രീകാന്തേ. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അത് വേറൊന്നുമല്ല, നമ്മുടെ ഹോട്ടലിനെ ഏറ്റവും നല്ല ഹോട്ടലിനുള്ള അവാർഡ് കിട്ടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണോ പ്രിയ? കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഏതായാലും നമുക്ക് തന്നെ ആ റെക്കോർഡ് കിട്ടിയല്ലേ, പിന്നെ അല്ലാതെ നമുക്ക് തന്നെ ആ റെക്കോർഡ് കിട്ടി. വർഷ അടുത്തുണ്ടോ? വർഷയോടും പറഞ്ഞാലേ, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വർഷ, ഞാൻ പറയാം. വർഷേ, നമ്മുടെ ഹോട്ടലിനെ അവാർഡ് കിട്ടി, നല്ല ഹോട്ടലിനുള്ള അവാർഡ്. വർഷ സംസാരിക്കുക. അപ്പോൾ വർഷയ്ക്ക് തീരെ താല്പര്യമൊന്നുമില്ല. എന്നാലും വർഷയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് പ്രിയ എന്ന് പറയുകയാണ്. താങ്ക് യു വർഷ, താങ്ക് യു എന്ന് പറയുകയാണ്. ഏതായാലും ഈ നല്ല നല്ല ഫുഡൊക്കെ ഉള്ളത് കൊണ്ടിട്ടല്ലേ ആൾക്കാർ കയറുന്നത്, തീർച്ചയായിട്ടും. അപ്പോൾ ക്രെഡിറ്റ് ശ്രീകാന്തിന് തന്നെയാണ്. ശ്രീകാന്ത് ഉള്ളത് കൊണ്ടാണ് ആ ഹോട്ടലിന് ഏറ്റവും നല്ല ഹോട്ടലിലുള്ള അവാർഡ് കിട്ടിയത്. ശ്രീകാന്ത് ഉള്ളത് കൊണ്ടൊന്നും അല്ല, ഞാനേ നല്ല ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ്. എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ആ ഹോട്ടലിന് അവാർഡ് കിട്ടിയെന്നും പറയാണ്. ഇത് കേട്ട വർഷയ്ക്ക് കലി വരികയാണ്. അത് ശരി. അപ്പോൾ ശ്രീകാന്ത് അവിടെ ജോലി ചെയ്യുന്നതോ? അവൻ നല്ല ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു സംഭവവും ഇല്ല. അങ്ങനെയാണെങ്കിലേ ഇനി മുതൽ ശ്രീകാന്ത് ജോലിക്ക് വരുന്നില്ലെങ്കിലോ? അപ്പോൾ ശ്രീകാന്ത് ഇല്ലെങ്കിലും നിങ്ങളുടെ ഇത് നന്നായിട്ട് പോകുമെന്നാണോ പറയുന്നത്? അതെ, നന്നായിട്ട് തന്നെ പോകും. ഇത് കഴിഞ്ഞപ്പോഴേക്കും എങ്കിലേ നാളെ മുതൽ ശ്രീകാന്ത് ജോലിക്ക് വരുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഇത് കേട്ട ശ്രീകാന്തിനെ, വർഷ എന്താ വർഷ കാണിക്കുന്നത്? നീ ഫോൺ കട്ട് ചെയ്തിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. വർഷ എന്ത് പരിപാടിയാണ് വർഷയെ കാണിച്ചത്? പിന്നെ അവൾ പറയുന്നത് കേട്ടില്ല, അഹങ്കാരം പിടിച്ചവൾ
അവൾ പറയാ ശ്രീകാന്തിന് ഒരു പ്രയത്നവും ഇല്ല, ശ്രീകാന്ത് വെറും വേസ്റ്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള അടുത്തൊരു ജോലിക്ക് പോകേണ്ട കാര്യമില്ല ശ്രീകാന്തേ, ആ ജോലി അങ്ങോട്ട് വിട്ടേര് വർഷ. അങ്ങനെ അവളും പറയുന്നത് ശരി തന്നെയാണ്. അവളുടെ പ്രയത്നമൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഹോട്ടലിൽ മുന്നോട്ട് പോകാനുള്ള കാരണം. അപ്പോൾ ശ്രീകാന്ത് ആരാ? വെറും പൂജയോ? വേണ്ട, ഞാൻ പറയുന്നുണ്ട് കേട്ടാൽ മതി. നാളെ മുതൽ ശ്രീകാന്ത് ആ ജോലിക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് വല്ലാത്തൊരു ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹിമയെയും അതേപോലെ തന്നെ മഹിമയുടെ ഭർത്താവിനെയാണ്. ഭർത്താവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആ സമയത്ത് ഇതെന്താ മധുവേട്ടൻ എന്താ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല എനിക്ക് പ്രിയപ്പെട്ടവർ വിളിച്ചിട്ടേ ഫോൺ എടുക്കുന്നില്ലേ. മധുവേട്ടന് പ്രിയപ്പെട്ടവർ ഞാനും എൻ്റെ മോളും അല്ലേ, അത് വേറെ രീതിയിൽ. പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ അതായത് രവിയും അതേപോലെ തന്നെ രവിയുടെ മകൻ സച്ചിയാണ്. അവരെ മാറി വിളിച്ചു, പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല എന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളുടെ അഭിനയൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ അവരെ കുറിക്കാനുള്ള വലിയ ചതിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ അനാവശ്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് മഹിമേ. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. അവരെ സ്നേഹിക്കണമെന്ന് മാത്രമുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നീ അനാവശ്യങ്ങൾ പറഞ്ഞു കൂട്ടാൻ നിൽക്കണ്ട. ഇതെന്താ മധുവേട്ടൻ ഈ പറയുന്നത്? ഞാൻ ഏതായാലും അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. മധുവേട്ടൻ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ വരുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ പോയി കണ്ടിട്ട് വരാം. വേണ്ട, നീ പോയി കാണണ്ട. അവിടെ പോകുന്നത് എന്തിനാ? അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലേ? അവരുടെ മനസ്സ് അങ്ങനെ വിഷമിപ്പിക്കേണ്ട. നീ പോകൂലെന്ന് പറഞ്ഞാൽ പോകൂല മഹിമേ. നീ അകത്തേക്ക് പോയി കയറി ഇരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മധു ഭയങ്കരമായിട്ടും ടെൻഷനായി അങ്ങനെ കാര്യങ്ങളെല്ലാം പറയാം. പിന്നീട് കാണിക്കുന്നത് സച്ചി. അപ്പോൾ സച്ചിയാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് ആസ്വദിച്ചിരിക്കുക. അപ്പോഴാണ് മറ്റേ നമ്മുടെ ഇത് വരുന്നത്, അതായത് രേവതി. അവരേത് സച്ചിയേട്ടാ എന്ന് പറഞ്ഞിരിക്കണം. ആ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചുകൊണ്ട് വട്ടത്തിൽ പിടിച്ച് കറക്കണം. എന്താ സച്ചിയേട്ട തന്നെ നിർത്ത്, തല കറങ്ങണം സച്ചിയേട്ടാ, നിർത്ത് സച്ചിയേട്ടാ. എന്താ സച്ചിയേട്ടത്? അതെ രേവതി, ഞാൻ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കണേ. അതെന്താ? അതെ, എന്നെ ദ്രോഹിക്കുന്ന ആ പോലീസുകാരില്ലേ, ആ പോലീസുകാരന് പിടി വീണു. എങ്ങനെ പിടി വീണു? ഞാൻ അയാളെ കുടുക്കിയത്. അയാളുടെ വീഡിയോ ഞാനേ പബ്ലിഷാക്കി. 20 ലക്ഷം പേരാണ് അത് കണ്ടത്. ഇനി അത് കോടികളാകും രേവതി എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സച്ചി അവിടെ പറയുകയാണ്. ഇത് കേട്ട രേവതി പേടിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.